പക്ഷെ കേരളം മാറിയത് അങ്ങനെയാണ്. ഇത് നമ്മുടെ VD സതീശനോ UDF നേതാക്കന്മാർക്കോ മനസ്സിലാവുന്ന കാര്യമല്ല. അവരത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ഞങ്ങൾ വരും വിറളി എടുത്ത് നടക്കുക കേട്ടോ. കുറച്ചു നാൾ അധികാരത്തിൽ നിന്ന് മാറിപ്പോയല്ലോ. ഏറ്റവും വലിയ വിറളി മുസ്ലിം ലീഗാരാ കാണിക്കുന്നതെന്നാ തോന്നുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾ അധികാരമില്ലാത്ത ഇത്രയും നാൾ നിന്നു, ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അധികാരമുള്ള നാൾ ഈ നാട്ടിലെ ജനങ്ങളെ ചിന്തിച്ചോ? നിങ്ങൾ നിങ്ങളുടെ അധികാരമല്ലേ ചിന്തിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അധികാര കസേരയിൽ ഇരിക്കാൻ അവസരം ഉണ്ടാക്കി തരേണ്ടവരാണ്, അതിന് മാത്രമുള്ളവരാണ് ഈ കേരളത്തിലെ സാധാരണക്കാരെന്ന് നിങ്ങൾ കരുതിയോ? നിങ്ങളുള്ള സമയത്ത് എന്ത് പരിഷ്കാരം വരുത്തിയത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? എന്നാൽ എങ്ങനെയെങ്കിലും ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ ഒന്ന് അട്ടിമറിച്ചിട്ടേ ഞങ്ങൾ പിന്നോട്ട് പോകുമെന്ന. എന്തിനിടും അട്ടിമറിക്കുന്നത്? ബീഹാറിലും മധ്യപ്രദേശിലും കണ്ട കാഴ്ച ഇവിടെ ആവർത്തിക്കാനാണോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ ക്ഷേമ പെൻഷനിൽ ഒരു 100 രൂപ നിങ്ങൾ കൂട്ടിക്കൊടുത്തു? ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചു 100 രൂപ കൂട്ടാമെന്ന്. മുറവിളി കൂട്ടിയപ്പോൾ ജനങ്ങൾ പ്രഖ്യാപിച്ചു. പക്ഷെ കൊടുത്തോ? 2016 ഞങ്ങൾ വരുമ്പോ 18 മാസത്തെ കുടിശ്ശികയാ സകല പെൻഷനും. പിന്നെ എന്തോന്ന് കൊടുത്തു നിങ്ങൾ? ജനങ്ങളെ പറ്റിച്ചിട്ട് ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടുന്ന കാശ് അത് മുഴുവൻ അഴിമതി നടത്തി സ്വന്തം പോക്കറ്റിലാക്കാൻ ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ ഒരു ഗുണവും ഈ സമൂഹത്തിനുണ്ടാക്കില്ല. അതാണ് കണ്ണൂർ കോർപ്പറേഷൻ അനുഭവം. ഇക്കുറിയ ചരിത്രം മാറ്റിക്കുറിക്കണം എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കണം. ഇക്കുറിയ ചരിത്രം മാറ്റിക്കുറിക്കും. കണ്ണൂർ കോർപ്പറേഷനും കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലേക്ക് വരും എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സൂചിപ്പിക്കാനുള്ളത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവരുടെ തനത് സ്വഭാവം കാണിച്ചുകൊണ്ടുള്ള അഴിമതിയിൽ മുങ്ങിക്കുടിച്ച വികസന വിരോധികളായിട്ടുള്ള ആളുകളാണ് ഈ കോർപ്പറേഷന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. നേരത്തെ കോൺഗ്രസ് ഭരിക്കുമ്പോ കോൺഗ്രസും തയ്യാറായിട്ടില്ല, BJP വന്നപ്പോ BJPയും തയ്യാറായിട്ടില്ല. വലിയ ഹൈവേകളുണ്ട്, അതെല്ലാം നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് വാഹനമൊക്കെ ഓടിച്ചു പോകാൻ എളുപ്പവുമുണ്ട്. എന്നാൽ ഗ്രാമത്തിൽ ഈ നാടിനെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഗോതമ്പും നെല്ലുമെല്ലാം കൃഷി ചെയ്യാൻ പാടത്ത് പണിയെടുക്കുന്ന പാവപ്പെട്ട ഇന്ത്യൻ പൗരന് അവന്റെ ഈ കൊച്ചു ഗ്രാമത്തിൽ എത്തിച്ചേരാൻ നല്ല റോഡുകളുണ്ടോ? ഉത്തരേന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷങ്ങളായി? ചിലർ പറയുന്നത് എല്ലാവരും കണക്കാന്നല്ലേ? ആണോ? ആണെങ്കിൽ അവിടെയെല്ലാം ആ പുരോഗതി ഉണ്ടാവണ്ടേ? ഒരു തുണ്ട് ഭൂമിക്ക് അവകാശികളായി ആ മനുഷ്യരെ മാറ്റാൻ കഴിഞ്ഞോ? ഇന്ത്യ രാജ്യത്ത് ഭൂപരിഷ്കരണം നടന്നോ? കൂറ്റൻ കമ്പനികൾ വന്ന് അവർക്ക് കമ്പനിയുടെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഈ ഗ്രാമം നിൽക്കുന്ന സ്ഥലമാണ് ഇഷ്ടമെന്ന് തോന്നിയാൽ ആ ടെന്റുകൾ അധിവസിക്കുന്ന മനുഷ്യരെ കൂട്ടത്തോടെ ബുൾഡോസർ വെച്ച് ഇടിച്ചു മാറ്റുമ്പോ അവർക്ക് കോടതിയിൽ പോകാൻ പറ്റുമോ ഗവൺമെന്റ് കൊടുത്തില്ലെങ്കിൽ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ വേഗതയിൽ തന്നെ ഈ സംസ്ഥാനത്ത് നടക്കുകയാണ്. വളരെ സുസജ്ജമായി, വളരെ യോജിപ്പോടുകൂടി LDF ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കഴിഞ്ഞ തവണ മഹാഭൂരിപക്ഷം പഞ്ചായത്തുകളിലും നഗരസഭകളിലുമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻതൂക്കമുണ്ടായിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെ. ഗ്രാമപഞ്ചായത്തുകളിൽ മഹാഭൂരിപക്ഷം പഞ്ചായത്തുകളും ഇടതുപക്ഷത്തിന്റെ കയ്യിലായിരുന്നു. 6 കോർപ്പറേഷനുകളിൽ കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് UDFന്റെ കയ്യിലുണ്ടായിരുന്നത്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ, പ്രകാശ് മാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ, കേരളത്തിൽ ഏറ്റവും വികസനം പരിപാടികൾ കുറഞ്ഞ ഒരു നഗരസഭ കോർപ്പറേഷനാണ് കണ്ണൂർ എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവരുടെ തനത് സ്വഭാവം കാണിച്ചുകൊണ്ടുള്ള അഴിമതിയിൽ മുങ്ങിക്കുടിച്ച വികസന വിരോധികളായിട്ടുള്ള ആളുകളാണ് ഈ കോർപ്പറേഷന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. കേരളം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കെ വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. 2016 മുതൽ 2025 വരെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങളും ക്ഷേമ പദ്ധതികളും അത് ലോകത്തിന്റെ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ് എന്നതാണ് വസ്തുത. എന്നാൽ അത്തരത്തിലുള്ള പദ്ധതികൾ
ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് കണ്ണൂർ കോർപ്പറേഷന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള ജനങ്ങൾക്ക് അത് അനുഭവിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മളെ കൊച്ചി കോർപ്പറേഷന്റെ ഒരു വാർത്ത ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെയുണ്ട്. ഈ കോർപ്പറേഷനുകളെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള ശ്രദ്ധ നേടി ഒരുപടി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള കോർപ്പറേഷനുകളാണ്. ശുചിത്വത്തിനും അതുപോലെ മറ്റെല്ലാ പദ്ധതികൾക്കും ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തിയതിനുമെല്ലാം ധാരാളം അവാർഡുകളാണ് ഈ കോർപ്പറേഷനുകളെല്ലാം വാങ്ങിക്കൂട്ടിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചത് വളരെ ചെറുപ്പമായിട്ടുള്ള ആര്യ രാജേന്ദ്രനാണ്. ഒരു ചെറിയ പെൺകുട്ടി കോർപ്പറേഷൻ മേയറായിട്ട് വരുമ്പോൾ പലരും ചോദിച്ചിരുന്നു, ഇത്ര ചെറിയ ഒരു പെൺകുട്ടിക്ക് കോർപ്പറേഷൻ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുമോ? എന്തെല്ലാം ബഹളമാണ് കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും അവിടെ ഉണ്ടാക്കി വെച്ചത്. ഭരിക്കാൻ ഒരിക്കലും സൗകര്യം കൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കാരണവുമില്ലാതെ എല്ലാ ദിവസവും ബഹളം വെക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അവിടെ. പക്ഷേ വളരെ ചങ്കൂറ്റത്തോടുകൂടി വളരെ ധീരതയോടുകൂടി ഒരുപാട് പുതിയ വികസന പ്രവർത്തനങ്ങൾ ഭാവനയിൽ കണ്ട് അത് ആവിഷ്കരിച്ച് വളരെ ഭംഗിയായിട്ട് തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ സാധിച്ചു. ഇന്ന് ഏറ്റവും വൃത്തിയും വെടിപ്പുമുള്ള നഗരമായി തിരുവനന്തപുരം പ്രഖ്യാപിച്ചിരിക്കുക. ലോകത്തിൽ ശുദ്ധമായി ശ്വസിക്കാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ നഗരങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളത് 10 നഗരങ്ങളിൽ ഒന്ന്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ 10 നഗരങ്ങളിൽ ഒന്ന് തിരുവനന്തപുരമാണ് എന്നുള്ളത് എത്ര അഭിമാനത്തോടു കൂടിയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജനവും അതുപോലുള്ള നിരവധി പദ്ധതികളും ആവിഷ്കരിച്ചതിന്റെ ഫലമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. കൊച്ചിയിൽ നമ്മൾ കണ്ടു, അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി എന്തൊരു വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. അവിടെ ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റ് മൂക്കുപൊത്തിയിട്ട് നടക്കാൻ പാടില്ല, ആളുകൾക്ക് രോഗം പകർത്തിക്കൊണ്ട് മാലിന്യ കൂമ്പാരമായിട്ട് നിൽക്കുകയായിരുന്നു. എത്ര ചടുലമായ ഇടപെടലാണ് LDFന്റെ ആ കോർപ്പറേഷൻ അവിടെ നടത്തിയത്. ഇന്ന് ആ ബ്രഹ്മപുരം മനോഹരമായിട്ടുള്ള പുൽത്തകിടിയായിട്ട് മാറിയിരിക്കുന്നു. മാലിന്യമെല്ലാം നിർമ്മാർജ്ജനം ചെയ്ത് കുട്ടികൾ അവിടെ വന്ന് പന്ത് കളിക്കുന്ന നല്ല മൈതാനമായിട്ട് അവിടെ മാറ്റിയെടുക്കാൻ സാധിച്ചിരിക്കുന്നു. ഇച്ഛാശക്തിയും ജനങ്ങളോട് പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. കൊച്ചി ഒരു വലിയ നഗരമാണ്. നമ്മുടെ രാകേഷ് അയ്യങ്കുന്നൊരു അടിയന്തര പരിപാടിയുള്ളത് കൊണ്ട് പോവുകയാണ്. കൊച്ചി ഒരു വലിയ നഗരമാണ്. അവിടെ തിങ്ങിപ്പാർക്കുന്ന ആളുകൾ തിങ്ങിപ്പാർക്കുന്ന അത്രയധികം സൗകര്യങ്ങളില്ലാത്ത ഫ്ലാറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കലും അത് ഇന്ത്യയുടെ മറ്റു നഗരങ്ങളിൽ കാണുന്ന ചേരി പ്രദേശങ്ങളോടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല. നഗരത്തിൽ ബോംബെയിലെ ധരാവിയൊക്കെ ഈ ഭൂമിയിലെ നരകമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കൊച്ചിയിൽ വളരെ ഇടുങ്ങിയ പാർപ്പിടങ്ങളുള്ള സൗകര്യങ്ങളില്ലാതെ താമസിക്കുന്ന കുറേയേറെ ആളുകൾ ഉണ്ടായിരുന്നു. അവർ ജോലിക്കൊക്കെ പോയി അവിടെ വന്ന് താമസിക്കുകയാണ്. മുമ്പ് ഇമ്പിച്ചുവാവിയുടെ ഒക്കെ കാലത്ത് കെട്ടിക്കൊടുത്ത ചില ഫ്ലാറ്റുകൾ, അതില് കുടുംബങ്ങളിലെ അംഗസംഖ്യ എല്ലാം വർദ്ധിച്ചപ്പോൾ അത് അപര്യാപ്തമായിട്ട് മാറുകയാണ് ഉണ്ടായത്. അവിടെ 300ഓളം കുടുംബങ്ങൾ ലൈഫ് മിഷന്റെ ഭാഗമായി വലിയ കൂറ്റൻ ഫ്ലാറ്റുകൾ, 2 ഫ്ലാറ്റുകൾ ഉണ്ടാക്കി അവിടെ പാർപ്പിച്ചിരിക്കുകയാണ്. ഒറ്റ മുറിയും ഒട്ടും സൗകര്യമില്ലാത്ത, ആവശ്യത്തിന് ടോയ്ലറ്റുകളൊന്നും ഇല്ലാതെ പൊതു ടോയ്ലറ്റുകളൊക്കെ ഉപയോഗിക്കേണ്ടി വന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ. ആ കുടുംബങ്ങൾക്ക് ഇന്നത്തെ കേരളത്തിന്റെ വികസനത്തിനനുസരിച്ച് അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം, വൃത്തിയും വെടിപ്പുമുള്ള പാർപ്പിടം ഉണ്ടാകണം എന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് അതിമനോഹരമായിട്ടുള്ള 2 നല്ല കിടപ്പുമുറികളും അതുപോലെ ഒരു സെൻട്രൽ ഹാളും ഒരു നല്ല അടുക്കള കിച്ചണും അതുപോലെ തന്നെ നല്ല ആധുനിക ടൈൽസ് ഒക്കെ പാകിയിട്ടുള്ള മനോഹരമായിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള റൂമുകളും ടോയ്ലറ്റും എല്ലാം അടങ്ങിയ ഒരു ഫ്ലാറ്റ് ഒരു കുടുംബത്തിന് കൊടുത്തുകൊണ്ട് ഈ ബഹുനില കെട്ടിടത്തിൽ അവരെ ഫ്ലാറ്റുകളിൽ അധിവസിപ്പിച്ചത്. ഇതാണ് കേരളം.
കൊച്ചി കോർപ്പറേഷൻ ആ തീരുമാനം നടപ്പിലാക്കാൻ സാധിച്ചു. ഇവിടെ കണ്ണൂർ കോർപ്പറേഷനിൽ UDFന്റെ ഭരണസമിതി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇവിടെ പറഞ്ഞല്ലോ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബി, അതിൽ നിന്ന് കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചറുകൾ മെച്ചപ്പെടുത്തി കേരളത്തെ ഇന്നത്തെ ആധുനിക സമൂഹത്തിന്റെ കൂടെ ആധുനിക സമൂഹമായി മാറ്റാൻ കേരള ഗവൺമെന്റ് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് കിഫ്ബിയിൽ നിന്ന് കോർപ്പറേഷൻ ഒരു ആസ്ഥാനം ഉണ്ടാക്കാൻ ഫണ്ട് അനുവദിച്ചത്. ആദരണീയനായിട്ടുള്ള മന്ത്രി രാമേന്ദ്രന്റെ അതിശക്തമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി കണ്ണൂർ കോർപ്പറേഷനും, ഞങ്ങള് ഈ കക്ഷി രാഷ്ട്രീയ വൈരാഗ്യമൊന്നും വെച്ച് നിന്നില്ലല്ലോ. കണ്ണൂർ കോർപ്പറേഷൻ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, അതുകൊണ്ട് UDF ആണ് ഭരിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് ഫണ്ട് കൊടുക്കണ്ട എന്നൊന്നും LDF ഗവൺമെന്റ് കരുതിയിട്ടില്ലല്ലോ. ഇവിടെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു ആസ്ഥാനം വേണം, അതിന് MLA അടക്കം ഇടപെട്ടു. എന്നിട്ട് ഫണ്ട് അനുവദിച്ചിട്ട് പിന്നെ ആരാ എടുക്കേണ്ടത്? അത് കോർപ്പറേഷനാണ്. എന്തായിരുന്നു വിമുഖത? ഈ ആസ്ഥാന മന്ദിരം പൂർത്തിയാക്കാൻ. ബാക്കി എല്ലാ സ്ഥലത്തും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നു വരുമ്പോ കണ്ണൂർ കോർപ്പറേഷനിൽ ഫണ്ട് കൊടുത്തിട്ടും ഇത്തരം കാര്യങ്ങൾ എന്താ നടക്കാത്തത്? അതിനിടയിലാണ് വലിയ അഴിമതിയുടെ കഥകൾ പുറത്തു വരുന്നത്. ഇവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, മലിനജന സംസ്കരണ കേന്ദ്രം മരക്കാർകണ്ടിയിൽ സ്ഥാപിക്കാൻ ഗവൺമെന്റ് കൂടെ നിൽക്കുമല്ലോ. പക്ഷെ അതിന് നടപടിക്രമങ്ങൾ ശുദ്ധമായിരിക്കണ്ടേ? എന്താ ചെയ്തത്? ടെൻഡർ പോലും പ്രായോഗികമല്ലാത്ത രീതിയിൽ, വ്യവസ്ഥാപിതമല്ലാത്ത രീതിയിൽ ചെയ്തുകൊണ്ട് 10-40 കോടി രൂപക്ക് പാസ്സാകേണ്ടുന്ന അല്ലെങ്കിൽ ചെയ്തേണ്ടിയിരുന്ന ഒരു പദ്ധതി സ്വന്തക്കാർക്ക് അല്ലെങ്കിൽ താല്പര്യമുള്ള ഹൈദരാബാദിലോ മറ്റുള്ള ഒരു കമ്പനിയാണ്, അവർക്ക് 140 കോടി രൂപയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ കഥ പ്രത്യേകിച്ച് നമ്മൾ പറയണ്ടല്ലോ. 40 കോടിക്ക് ചെയ്യാമായിരുന്ന ഒരു പ്രോജക്റ്റിന് 140 കോടി കോൺട്രാക്ടുകാർക്ക് കൊടുത്താൽ അത് വേറെ എന്തോ കണ്ടിട്ടാണ് എന്നുള്ള കാര്യത്തിൽ ചെറിയ കുട്ടികൾക്ക് പോലും സംശയമില്ലല്ലോ. നമ്മൾ നടാതെ കേൾക്കുകയാണ്. വിശദമായിട്ടുള്ള പ്രോജക്ട് റിപ്പോർട്ട്, ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് DPR തയ്യാറാക്കിയിട്ട് മാത്രമാണ് ഒരു പദ്ധതി ടെൻഡർ ചെയ്യുക. ആ DPR അനുസരിച്ച് മാത്രമേ ആളുകൾക്ക് കോട്ട് ചെയ്ത് ടെൻഡർ പ്രോസസ്സിൽ കോട്ട് ചെയ്ത് അതിലാരാണോ L1 ആയിട്ട് വരുന്നത് അവർക്ക് ആ പദ്ധതി ഏൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ആ നടപടിക്രമങ്ങളെല്ലാം മാറ്റി DPR പോലും തയ്യാറാക്കാതെ ഈ സ്വകാര്യ കമ്പനിക്ക് സമർത്ഥമായിട്ട് ഈ ടെൻഡർ ഏൽപ്പിച്ചു കൊടുക്കുന്നത് മനസ്സിലാക്കിയപ്പോഴാണ്, ആ വിവരം പുറത്തു വന്നപ്പോഴാണ് ഇപ്പോൾ നമ്മളെല്ലാം അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്ന അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഹൈപ്പവർ കമ്മിറ്റി ഉണ്ട് തിരുവനന്തപുരത്ത്, അതിന്റെ ആസ്ഥാനം. ആ കമ്മിറ്റിയിൽ രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും ആരുമില്ല. അവരെല്ലാം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്, IPS IAS മുൻ ചീഫ് സെക്രട്ടറിമാരൊക്കെ അടങ്ങിയതാണ്. ആ കമ്മിറ്റി ഈ പരാതി വന്നപ്പോൾ കാര്യങ്ങൾ പരിശോധിച്ചു. അവർക്ക് ഇതിന് അപകടമുണ്ടെന്ന് മനസ്സിലായപ്പോൾ ആ ടെൻഡർ റദ്ദ് ചെയ്തിരിക്കുകയാണ്. അതിനാണ് ഇവിടെ ആഹ്ലാദ പ്രകടനം നടത്തിയെന്ന് അധ്യക്ഷൻ പറഞ്ഞത്. ജനങ്ങളെ പറ്റിച്ചിട്ട് ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടുന്ന കാശ് അത് മുഴുവൻ അഴിമതി നടത്തി സ്വന്തം പോക്കറ്റിലാക്കാൻ ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ ഒരു ഗുണവും ഈ സമൂഹത്തിനുണ്ടാക്കില്ല. അതാണ് കണ്ണൂർ കോർപ്പറേഷൻ അനുഭവം. ഇക്കുറിയ ചരിത്രം മാറ്റിക്കുറിക്കണം എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കണം. ഇക്കുറിയ ചരിത്രം മാറ്റിക്കുറിക്കും. കണ്ണൂർ കോർപ്പറേഷനും കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലേക്ക് വരും എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സൂചിപ്പിക്കാനുള്ളത്. സ്ഥാനാർത്ഥികളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പട്ടണത്തിൽ, നഗരത്തിൽ LDFന്റെ പ്രവർത്തകർ, ആയിരക്കണക്കിന് പ്രവർത്തകർ അടുത്ത ദിവസം തന്നെ ഒത്തുചേരും. പിന്നീട് അവർ ഓരോ കോർപ്പറേഷന്റെ വാർഡുകളിലേക്കും അവർ പോകും. ഈ നാട്ടിലെ ജനങ്ങളെ കാണും. അവരോട് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം അവരോട് തുറന്നു പറയും. അവരോട് അടുത്ത തവണ കണ്ണൂർ കോർപ്പറേഷൻ LDFനെ ഏൽപ്പിക്കണമെന്ന് നമ്മൾ പറയും. ഇതൊരു കണ്ണായിട്ടുള്ള സ്ഥലമല്ലേ കണ്ണൂർ എന്ന് പറയുന്നത്.
എന്തൊരു പ്രശ്നങ്ങളാണ് ഇവിടെ കാണുന്നത്. മാലിന്യം മാത്രമല്ല, കണ്ണൂർ നഗരം ഇങ്ങനെയാണോ ഉണ്ടാവേണ്ടത്? ബാക്കി എല്ലാ നഗരങ്ങളും മാറി വരികയാണ്. കൊച്ചിയെ നിശ്ചയമായി സന്ദർശിക്കേണ്ടുന്ന ഒരു നഗരമായിട്ട് ലോക ടൂറിസം മാപ്പിൽ തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. ആ കൂട്ടത്തിൽ വരേണ്ടുന്ന ഇടം തന്നെയാണ് കണ്ണൂരും. അതുകൊണ്ട് കണ്ണൂരിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടി ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തെരഞ്ഞെടുക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് നമുക്കുള്ളത്. കേരളം ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്ഥലമാണ്. ആ വ്യത്യാസം ഉണ്ടായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലിന്റെയും പല സൂചകങ്ങളിലും നാം മുന്നിൽ വരുമ്പോഴാണ് കേരളം ഒരു സവിശേഷതയുള്ള സ്ഥലമായിട്ട് മാറുന്നത്. അതിലേറ്റവും പ്രധാനം പരമദാരിദ്ര്യാവസ്ഥയിൽ നിന്നും ഈ കേരളം ദാരിദ്ര്യമുക്തമായിട്ട് വരുന്നു എന്നുള്ളതാണ്. തൊട്ടടുത്ത ദിവസമാണ് നവംബർ 1-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചത്. അതിദാരിദ്ര്യത്തിന്റെ കണക്ക് നമ്മളാരും എടുക്കുന്നതല്ല. ചില പോവർട്ടി റൈറ്റ്സ് വാച്ച് പോലുള്ള സംഘടനകൾ, ചില കേന്ദ്ര ഏജൻസികൾ, നീതി ആയോഗിന്റെ കണക്കെടുപ്പ്, വേൾഡ് ബാങ്കിന്റെ ചില റിപ്പോർട്ടുകൾ, ഇതിലെല്ലാം ദാരിദ്ര്യത്തിന്റെ കണക്ക് വരുന്നുണ്ട്. അതിദാരിദ്ര്യം എന്ന് വെച്ചാൽ അവരെല്ലാം നിശ്ചയിക്കുന്ന സൂചകങ്ങൾ ഒരു ദിവസം ഒരു നേരം പോലും ആഹാരം കഴിക്കാൻ ഗതിയില്ലാത്ത മനുഷ്യരുള്ള കുടുംബങ്ങൾ എന്നാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ തൊട്ടടുത്ത് വിദ്യാലയങ്ങളില്ലാത്തവർ, ആഹാരം കഴിക്കാൻ റേഷൻ കാർഡ് പോലുള്ള സംവിധാനങ്ങളില്ലാത്തവർ, ഇങ്ങനെയുള്ള സൂചകങ്ങൾ മാത്രം വെച്ച് പരിശോധിച്ചാൽ കേരളത്തിൽ അങ്ങനെയുള്ള ആളുകൾ തുലോം വിരളമാണെന്ന് കാണാൻ സാധിക്കും. ദാരിദ്ര്യം പൂർണ്ണമായി തുടച്ചു നീക്കിയെന്നൊന്നുമല്ല നമ്മൾ പറഞ്ഞത്, അതിദാരിദ്ര്യം ഇല്ലാതാക്കിയെന്നാണ്. എന്നാൽ ദാരിദ്ര്യത്തിന്റെ കാര്യത്തിലും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിദരിദ്രരുടെ കണക്ക് പഞ്ചായത്തുകളിൽ ശേഖരിച്ചുകൊണ്ടാണ് നമ്മൾ 0.7% കേരളത്തിൽ. ഇന്ത്യയിൽ കോൺഗ്രസ് ദീർഘകാലം ഭരിച്ച ഉത്തർപ്രദേശിൽ അത് 30%. ബീഹാറിൽ എക്സ്ട്രീം പുവർ ആയിട്ടുള്ള ആളുകൾ മൊത്തം ജനസംഖ്യയുടെ 28%. കേരളത്തിൽ അത് 0.7%. 64,000-ൽ 6 ആണ് അതിന്റെ കണക്ക്. അപ്പൊ ഉത്തർപ്രദേശിൽ 100 പേരെ എടുത്താൽ 30 പേർക്ക് ഒരു നേരം പോലും ആഹാരം കഴിക്കാനുള്ള ഗതിയില്ലാത്ത അവസ്ഥ സ്വാതന്ത്ര്യത്തിന്റെ 78 വർഷം പിന്നിടുമ്പോഴും നിലനിൽക്കുന്നു. കേരളത്തിൽ 100 പേരെ എടുത്താൽ ഒരു ദിവസം പോലും ആഹാരം കഴിച്ചിട്ടില്ലാത്ത കൊടും പട്ടിണിക്കാര് ഇല്ല എന്ന് തന്നെ പറയാം. 200 പേരെ എടുക്കുമ്പോൾ ഒരാളെ കിട്ടുന്നതാണല്ലോ 0.7%. പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി അത്തരം ആളുകളെ കണ്ടെടുത്താൻ ആ മാനദണ്ഡം അനുസരിച്ച് പഞ്ചായത്തുകൾ ചുമതലപ്പെടുത്തി. പഞ്ചായത്തുകളിൽ 25 മുതൽ 80-90 ആളുകൾ വരെയുള്ള പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു. ആ ഓരോ കുടുംബത്തെയും പരിശോധിച്ച് റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുത്തു. മറ്റ് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ കഴിയുന്നില്ല, രോഗബാധിതരായിട്ട് ആരും സഹായിക്കാനില്ലാത്ത കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. ഭൂമിക്ക് പട്ടയമില്ലാത്തവർക്ക് മറ്റ് ഫോറസ്റ്റിന്റെ തടസ്സമൊന്നുമില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് അടിയന്തരമായിട്ട് പട്ടയം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തു. റേഷൻ കടയിൽ നിന്ന് അവർക്ക് അരി കിട്ടുമെന്നുള്ള ഉറപ്പുവരുത്തി. അങ്ങനെയാണ് അതിദരിദ്രരെ ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത്. അപ്പൊ കോൺഗ്രസ്സുകാർ ചിലർ ചോദിക്കുക, UDFകാർ ചോദിക്കുകയാണ്, അപ്പൊ കേരളത്തിൽ ഇനി ബുദ്ധിമുട്ടുള്ള ആരുമില്ലേ? അവർ വേറെ ദുഷ്ടലാക്കും കൂടി പറഞ്ഞു. അന്ത്യോദയ അന്നപൂർണയുടെ കാർഡിന്റെ അരി കിട്ടുന്ന AAY കാർഡിന് അരി കിട്ടുന്നവർ കേരളത്തിലുണ്ടല്ലോ, അവർ ദരിദ്രരല്ലേ? ആ കാർഡിന് ഇനി കേന്ദ്ര ഗവൺമെന്റ് അരി തരുമോ? അതിദാരിദ്ര്യം ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം അതാണോ? AAY കാർഡിന് അരി കിട്ടുന്നവർ ദരിദ്രരാണ്. പക്ഷെ കാർഡുണ്ട്, അരിയുണ്ട്. അതുകൊണ്ടാണ് ഒരു നേരം പോലും ആഹാരം കഴിക്കാൻ ഇല്ലാത്തവരാണ് അവർ എന്ന് പറയാത്തത്. അവരെ ഇനിയും ഉയർത്തിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ അതുപോലും ഇല്ലാതെ അതും കൂടി കിട്ടാത്ത പാവങ്ങളെയാണ് അതിദരിദ്രരായിട്ട് കണക്കാക്കിയത്. കേരളത്തിൽ വളരെ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അവരെ ഏറ്റെടുത്തു.
അവരെ സംരക്ഷിച്ചു. ആ സംരക്ഷണം തുടരുന്നു. ഇനിയും കേരളത്തിൽ വീടുകൾ ആവശ്യമുള്ള കുറച്ചു പേര് കൂടിയുണ്ട്. പക്ഷെ കേരളമല്ലാതെ ഏത് സംസ്ഥാനമാണ് ഒരു സമൂഹത്തിലെ ജനങ്ങൾക്കാകെ വീടില്ലാത്തവർക്ക് ഗവൺമെന്റ് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്? ലൈഫ് മിഷൻ അതായിരുന്നു. നമ്മളത് പ്രഖ്യാപിക്കുമ്പോൾ പലരും പറഞ്ഞു ഇതെങ്ങനെ സാധിക്കും? റവന്യൂ വരുമാനം വളരെ കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. നമ്മുടെ വരുമാനം കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് കേന്ദ്രം നമുക്ക് തരുന്ന ടാക്സ് ഷെയറാണ്, പദ്ധതി വിഹിതമാണ്. അതിനപ്പുറത്തേക്ക് പുറം വരുമാനം അധികമില്ല കേരളത്തിന്. കർണാടകത്തിനാണെങ്കിൽ ഒരുപാട് സ്വർണ്ണഖനികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില വരുമാനങ്ങൾ അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന ഗവൺമെന്റിന് വരാനുണ്ട്. എന്നാൽ അതൊന്നും അത്രയധികം ഇല്ലാത്ത റവന്യൂ വരുമാനം കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. പക്ഷേ നാം എടുക്കുന്ന ശരിയായ തീരുമാനത്തിന്റെ ഭാഗമായി ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നുമില്ലാത്ത വിധം ജനങ്ങളെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ ഈ കേരളത്തിന് സാധിച്ചു. 40കളിലും 50കളിലൊക്കെ ഉണ്ടായിരുന്ന ഓലമേഞ്ഞ കൂരകൾ ഇന്ന് കേരളത്തിൽ കാണാനില്ല. ബോംബെയിലെ ധരാവിയിലെ പോലെ കടലാസ് ടെന്റുകൾ കെട്ടി കൃമിയും പുഴുവും നുരക്കുന്ന ആ ചേരിയിൽ വീണ് കിടക്കുന്ന ആളുകളെ കേരളത്തിൽ കാണാനില്ല. അപൂർവം ഒറ്റപ്പെട്ടിനിയും വീടുകളില്ലാതെ ചെറിയ വീടൊക്കെയുള്ള ആളുകളുണ്ട്, അപൂർവം. അതിപ്പോ തപ്പിപ്പിടിച്ച് നടക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ. ഏതെങ്കിലും പൊളിഞ്ഞ വീട്, പഴയ വീട്, അവിടെയെല്ലാം ചെന്ന് ചിത്രങ്ങളെടുത്ത് അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ച് ഇവരെ കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ ഉള്ളതുപോലെ ചെറിയ ടെന്റുകൾ കെട്ടിയ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ പശുവിന്റെയും എരുമയുടെയും ചാണകം ശ്വസിച്ചുകൊണ്ട് ആ ചാണകത്തിൽ പിറങ്ങി അവിടെ കിടന്നുറങ്ങുന്ന കാഴ്ച ഇത് കേരളത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? ഈ മാതൃഭൂമിയുടെ 2 ചെറുപ്പക്കാരിപ്പോ ഒരു സ്കൂട്ടറുമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. അവർ ബീഹാറിൽ പോയിരുന്നു, വാട്ടർ സൈക്കിൾ ഡയറി എന്ന് പറഞ്ഞ്. മാതൃഭൂമി ആയതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ നല്ല കാര്യങ്ങൾ മാത്രം എടുത്ത് കാണിക്കാനാണ് അവർ പോവുക എന്നൊന്നും പറയാൻ സാധിക്കില്ല. അവരീ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട് എന്തെങ്കിലും എടുത്ത് കാണിച്ചിട്ട് ഇതാണോ എന്ന് ചോദിക്കാൻ ഇടയുണ്ട്. പക്ഷേ അവർ ബീഹാറിലൊരു ഗ്രാമത്തിൽ പോയ ചിത്രം, അവരുടെ വാട്ടർ സൈക്കിൾ ഡയറി ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിലിട്ടു. എന്തായിരുന്നു ആ ചിത്രം? എത്രയോ കിലോമീറ്റർ കൊണ്ട് ഇടവഴികളുള്ള റോഡിലൂടെ സ്കൂട്ടർ ഓടിച്ച് ചെന്നാലേ ആ ഗ്രാമത്തിലെത്താൻ സാധിക്കും. മിക്ക ഗ്രാമങ്ങളുടെയും സ്ഥിതി അത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ പോലെ സാധാരണക്കാർക്ക് സഞ്ചരിക്കേണ്ട റോഡും മലയോര മേഖലയിലെ റോഡും മെക്കാഡൻ ടാർ ചെയ്യാനൊന്നും ആ സംസ്ഥാനത്തിലെ ഗവൺമെന്റുകൾ തയ്യാറായിട്ടില്ല. നേരത്തെ കോൺഗ്രസ് ഭരിക്കുമ്പോ കോൺഗ്രസും തയ്യാറായിട്ടില്ല, BJP വന്നപ്പോ BJP തയ്യാറായിട്ടില്ല. വലിയ ഹൈവേകളുണ്ട്, അതെല്ലാം നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് വാഹനമൊക്കെ ഓടിച്ചു പോകാൻ എളുപ്പവുമുണ്ട്. എന്നാൽ ഗ്രാമത്തിൽ ഈ നാടിനെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഗോതമ്പും നെല്ലുമെല്ലാം കൃഷി ചെയ്യാൻ പാടത്ത് പണിയെടുക്കുന്ന പാവപ്പെട്ട ഇന്ത്യൻ പൗരന് അവന്റെ ഈ കൊച്ചു ഗ്രാമത്തിൽ എത്തിച്ചേരാൻ നല്ല റോഡുകളുണ്ടോ? ഉത്തരേന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷങ്ങളായി? ചിലർ പറയുന്നത് എല്ലാവരും കണക്കാന്നല്ലേ? ആണോ? ആണെങ്കിൽ അവിടെയെല്ലാം ആ പുരോഗതി ഉണ്ടാവണ്ടേ? ഒരു തുണ്ട് ഭൂമിക്ക് അവകാശികളായി ആ മനുഷ്യരെ മാറ്റാൻ കഴിഞ്ഞോ? ഇന്ത്യ രാജ്യത്ത് ഭൂപരിഷ്കരണം നടന്നോ? കൂറ്റൻ കമ്പനികൾ വന്ന് അവർക്ക് കമ്പനിയുടെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഈ ഗ്രാമം നിൽക്കുന്ന സ്ഥലമാണ് ഇഷ്ടമെന്ന് തോന്നിയാൽ ആ ടെന്റുകൾ അധിവസിക്കുന്ന മനുഷ്യരെ കൂട്ടത്തോടെ ബുൾഡോസർ വെച്ച് ഇടിച്ചു മാറ്റുമ്പോ അവർക്ക് കോടതിയിൽ പോകാൻ പറ്റുമോ? ഗവൺമെന്റ് കൊടുത്തില്ലെങ്കിൽ ഈ ഭൂമിയുടെ മേലുള്ള അവരുടെ അവകാശം സ്ഥാപിക്കാൻ കേരളത്തിലേതുപോലെ ഭൂമി രജിസ്റ്റർ ചെയ്ത രേഖ ഈ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ വലിയ വിഭാഗം ജനങ്ങൾക്കും ഇല്ല. അതുകൊണ്ട് അവർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല. ഡൽഹിയിൽ നിന്ന് ചിലപ്പോ ബുൾഡോസർ വെച്ച് ഇടിച്ച് ആളുകളെ മാറ്റുന്ന ഒരു തവണ വൃന്ദക്കാരായിട്ട് ആ ബുൾഡോസറിന്റെ മുന്നിൽ ചെന്ന് നിന്ന് ഒഴിപ്പിക്കാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നഷ്ടപരിഹാരം കിട്ടുന്നുണ്ടോ? നഗരമുണ്ടാകുന്നതിന് മുമ്പ് പണ്ടേ ഡൽഹിയിൽ താമസിച്ച ആ മനുഷ്യരെ പാലിക ബസാറൊക്കെ ഉണ്ടാക്കുമ്പോ ബുൾഡോസർ വെച്ച് നിരത്തി ഓടിച്ചിട്ടല്ലേ ഭൂമിക്കടിയിലെ ആ മാർക്കറ്റ് ഉണ്ടാക്കിയത്? നഷ്ടപരിഹാരം കൊടുത്തോ?
ഇല്ലല്ലോ. ഇവിടെ അതുപോലെയല്ലല്ലോ. ആ ഗ്രാമത്തിലേക്ക് മോട്ടോർ സൈക്കിളുമായിട്ട് ചെന്ന ആ ചെറുപ്പക്കാർ രണ്ടുപേരും മൂക്ക് പൊത്തിപ്പിടിച്ചു, നാറിയിട്ട്. എന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഇവിടെ ഇങ്ങനെ വല്ലാതെ നാറുന്നു? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളെന്താ വേണ്ടത്? രാവിലെ പ്രഭാത കൃത്യങ്ങൾ ഞങ്ങൾ ഇവിടെ തന്നെയാണ് നിർവഹിക്കുന്നത്. അതെന്താ നിങ്ങൾക്ക് അകലെ പോയിക്കൂടെ? ഇവിടെ കക്കൂസൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് മനോഹരമായ ഭാഷയിലാണ് ഇന്ത്യ ഔട്ടർ ഡെഫിക്കേഷൻ ഫ്രീ ആയി എന്ന് പ്രഖ്യാപിച്ചത്. പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വെളിസ്ഥലത്ത് മലവിസർജനം ചെയ്യുന്നത് ഇന്ത്യ അവസാനിപ്പിച്ചു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇതേത് ഇന്ത്യയാണ്? ബീഹാറിന്റെ ഗ്രാമത്തിൽ ആ പറയുന്ന കുടില് കെട്ടി താമസിക്കുന്നവർക്ക് ഒരു പൊതു കക്കൂസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? എന്നിട്ടാണ് ഔട്ടർ ഡെഫിക്കേഷൻ ഫ്രീ. അങ്ങനെയുള്ള പറമ്പത്തിയല്ലാമോ ലാൻഡ് ലോഡീസ് നിലനിൽക്കുക? അവിടെ എങ്ങാൻ ചെന്ന് രാവിലെ കുത്തിയിരുന്നാൽ മണ്ടക്ക് നോക്കി അടിച്ചോടിക്കാൻ വേണ്ടി ഗുണ്ടകൾ നിർത്തിയിട്ടുണ്ട്. നേരം വെളുക്കുമ്പോൾ ഒരു മനുഷ്യന് പ്രഭാത കൃത്യം നിർവഹിക്കാൻ പോലും സാധ്യതയില്ലാത്ത ഗ്രാമങ്ങളാണ് ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് പ്രഖ്യാപിച്ച ഈ ഇന്ത്യയിൽ ഉള്ളത് എന്നുള്ളത് 78 വർഷം സ്വാതന്ത്ര്യത്തിന്റെ പൂർത്തിയായിട്ടും ആരാ ഉത്തരവാദി? ഇടതുപക്ഷത്തെ കിട്ടുന്ന സമയത്തെല്ലാം കുറ്റം പറയുന്നവരുണ്ടല്ലോ. ഈ കേരളത്തിൽ മാന്ത്രികത എന്ന് വീശി കാണിച്ചിട്ടല്ല ഈ മാറ്റം ഉണ്ടായത്. കേരളത്തിൽ 57 മുതൽ നാം നടത്തിയിട്ടുള്ള പരിഷ്കാരങ്ങളുണ്ട്. സ്റ്റേ ഓഫ് എവിക്ഷൻ ഓർഡിനൻസ്, 67 ഭൂപരിഷ്കരണ നിയമം, 80കളിൽ ജില്ലാ കൗൺസിൽ നിയമം, അതുപോലെ 90കളിൽ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം, ജനകീയാസൂത്രണം 96-ൽ. എന്തായിരുന്നു നമ്മൾ നടത്തിയ പ്രവർത്തനം? ജനങ്ങളെ ഒരുമിച്ച് ചേർത്ത് ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി സകല ഊടുവഴികളും നമ്മൾ വീതിയും വിസ്താരമുള്ള വഴികളാക്കി മാറ്റിയില്ലേ? ഓരോ വീട്ടിലേക്കും ചെല്ലാൻ. ഒരസുഖം വന്നാൽ ഒരു ഓട്ടോറിക്ഷയെങ്കിലും ഓടിച്ച് വീട്ടിന്റെ മുറ്റത്തേക്ക് എത്താൻ കഴിയുന്ന രീതിയിൽ മഹാഭൂരിപക്ഷം വീടുകളും മാറിയില്ലേ കേരളത്തിൽ? അത് മാന്ത്രികത കൊണ്ടാണോ? കേരള നിയമസഭയിൽ നാം പാസാക്കിയിട്ടുള്ള നിയമങ്ങളും അത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയോടുകൂടി നാം നടത്തിയ ഇടപെടലുകളുമല്ലേ ആ മാറ്റത്തിന് കാരണം? 97-ൽ കുടുംബശ്രീ അയൽക്കൂട്ടം, ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണവുമായിരുന്നു നമ്മുടെ ലക്ഷ്യം. വൻകിട ബാങ്കുകാർ വന്ന് സ്ത്രീകളുടെ അയൽക്കൂട്ടങ്ങൾ ഉണ്ടാക്കി അവരുടെ പൈസ മുഴുവൻ സൈഫൺ ചെയ്തെടുത്ത് അവർക്ക് ലോൺ കൊടുത്തുകൊണ്ട് എവിടെന്നെങ്കിലും യാതൊരു ധാരണയുമില്ലാതെ ലോൺ കൊടുക്കുകയും ആ പണം പലിശയടക്കം തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പോ ഈ പാവപ്പെട്ട മനുഷ്യനാകെ കഷ്ടത്തിലായി പലയിടത്തും. ആന്ധ്രാപ്രദേശിൽ 43 അയൽക്കൂട്ടം കൺവീനർമാർ ആത്മഹത്യ ചെയ്തു. അപ്പോഴാണ് കേരളത്തിലും അത് വരും. ഈ വലിയ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ കടുത്ത ചൂഷണം, മൈക്രോ ഫിനാൻസ് എ മാക്രോ ട്രാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ചില ലേഖനങ്ങളെല്ലാം ധനകാര്യ വിദഗ്ധർ എഴുതിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളാരും ലോൺ എടുക്കരുത്, നിങ്ങളാരും പൈസ നിക്ഷേപിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നാട്ടിൻപുറത്തെ കേരളത്തിലെ സാധാരണക്കാരെ, അതും അത്യാവശ്യം കോഴിയെ പോറ്റാനും ആടിനെ പോറ്റാനും ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യാനും ഒക്കെ കുറച്ച് കുടുംബങ്ങൾക്ക് സാധ്യത വന്നിട്ടുണ്ടല്ലോ ഇവിടെ. ആ കുടുംബങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഗുണപരമായ നേട്ടം ഈ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ തിരിച്ചു കൊണ്ടുപോകും, അവരെ പഴയ കൊടും ദാരിദ്ര്യാവസ്ഥയിലേക്ക് തള്ളും എന്ന് മനസ്സിലായപ്പോഴാണ് സുചിന്തിതമായി 1998-ൽ കുടുംബശ്രീ അയൽക്കൂട്ടത്തിന് രൂപം കൊടുക്കുന്നത് കേരളം. ബഹുമാനപ്പെട്ട പാലോളി മുഹമ്മദ് കുട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, തോമസ് ഐസക്കിനെ പോലുള്ള ധനകാര്യ വിദഗ്ധരുടെ ഇടപെടൽ, എന്നിട്ടാണല്ലോ കുടുംബശ്രീ വന്നത്. ആ കുടുംബശ്രീ അയൽക്കൂട്ടത്തിന് 4% ബാങ്ക് ലിങ്കേജ് വായ്പ എടുക്കാൻ സർക്കാർ ഗ്യാരണ്ടി, ബാക്കി പലിശ സർക്കാരാണ് നടക്കുന്നത്. കുടുംബശ്രീ അയൽക്കൂട്ടത്തിന് ആനുകൂല്യങ്ങൾ, ബഡ്ജറ്റിനകത്ത് പ്രഖ്യാപനം. നമ്മുടെ ഗവൺമെന്റിന്റെ അധികാര വികേന്ദ്രീകരണത്തിന്റെ താഴെ തലയായി ആ കുടുംബങ്ങളെ 20 വീതം ആളുകളുള്ള അയൽക്കൂട്ടങ്ങളെ നാം ചേർത്ത് പിടിച്ചു. അയൽക്കൂട്ടത്തിന് കൺവീനർ, ADS, CDS, ജില്ലാ മിഷൻ, സംസ്ഥാന മിഷൻ, ഒരു ഭരണ സംവിധാനമാക്കി അതിനെ മാറ്റിയപ്പോ അയൽക്കൂട്ടം കൺവീനർ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരുന്നില്ല. എന്തൊരു വലിയ മാറ്റമാണ്!
ഞാൻ ആ കുടുംബശ്രീയുടെ മാറ്റമൊന്നും വിശദീകരിക്കുന്നില്ല, ഇവിടെ ഒരുപാട് നേതാക്കൾ പ്രസംഗിക്കാനുണ്ട്, അതുകൊണ്ട് വളരെ ദീർഘിപ്പിക്കുന്നില്ല പ്രസംഗം. പക്ഷെ കേരളം മാറിയത് അങ്ങനെയാണ്. ഇത് നമ്മുടെ VD സതീശനോ UDF നേതാക്കന്മാർക്കോ മനസ്സിലാവുന്ന കാര്യമല്ല. അവരത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ഞങ്ങൾ വരും വിറളി എടുത്ത് നടക്കുക കേട്ടോ. കുറച്ചു നാൾ അധികാരത്തിൽ നിന്ന് മാറിപ്പോയല്ലോ. ഏറ്റവും വലിയ വിറളി മുസ്ലിം ലീഗാരാ കാണിക്കുന്നതെന്നാ തോന്നുന്നത്. അവർ പറഞ്ഞു ഞങ്ങൾ അധികാരമില്ലാത്ത ഇത്രയും നാൾ നിന്നു, ഞങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ നിങ്ങൾക്ക് അധികാരമുള്ള നാൾ ഈ നാട്ടിലെ ജനങ്ങളെ ചിന്തിച്ചോ? നിങ്ങൾ നിങ്ങളുടെ അധികാരമല്ലേ ചിന്തിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അധികാര കസേരയിൽ ഇരിക്കാൻ അവസരം ഉണ്ടാക്കി തരേണ്ടവരാണ്, അതിന് മാത്രമുള്ളവരാണ് ഈ കേരളത്തിലെ സാധാരണക്കാരെന്ന് നിങ്ങൾ കരുതിയോ? നിങ്ങളുള്ള സമയത്ത് എന്ത് പരിഷ്കാരം വരുത്തിയത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? 65 രൂപയിൽ തുടങ്ങിയ കർഷക തൊഴിലാളി പെൻഷൻ ഞാനത് കൊടുക്കാൻ പറഞ്ഞപ്പോ അന്നത്തെ അഭിബന്ധനായിട്ടുള്ള നേതാവ്, മരിച്ചുപോയ ആളുകളുടെ പേര് പറയുന്നത് ശരിയല്ല, എന്നാലും ഒരു രാഷ്ട്രീയ വർത്തമാനമായതുകൊണ്ട് അന്ന് ശ്രീ K. കരുണാകരൻ പറഞ്ഞു, കൊടുക്കരുത് നായനാരെ, കൊടുക്കരുത്. എന്താ, പ്രത്യുൽപാദനപരമല്ലാത്ത ഒരു കാശും ട്രഷറിയിൽ നിന്ന് കൊടുക്കരുത്, ട്രഷറി ചോർന്നു പോകും, അങ്ങോട്ട് കൊടുത്താൽ അവരെ ഉപകരിക്കില്ല, കള്ളുകുടിച്ച് മൂത്രമൊഴിക്കുന്നൊക്കെ പറഞ്ഞവരുണ്ട്, കേട്ടില്ലേ? കർഷക തൊഴിലാളി. പക്ഷേ സോഷ്യലിസ്റ്റ് ആശയഗതി മനസ്സിലുള്ളതുകൊണ്ട് ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായി ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ച സോഷ്യലിസം നടപ്പിലാക്കാൻ പൂർണ്ണമായിട്ടും കഴിയുന്നില്ല. എന്തുകൊണ്ട്? സോഷ്യലിസം എന്ന് പറയുന്നത് ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റിയാണ്. എല്ലാവർക്കും സമത്വമുള്ള, എല്ലാവർക്കും ജോലി ചെയ്യാൻ അവസരവും ജോലിക്കനുസരിച്ച് കൂലിയും കിട്ടുന്ന സാമൂഹ്യാവസ്ഥയാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യ ആവണമെന്ന് കരുതിയിട്ടാണല്ലോ ഇന്ത്യയുടെ ഭരണഘടനയിൽ നമ്മൾ എഴുതി വെച്ചത്. എന്തൊക്കെയാ എഴുതിയത്? ഈ രാജ്യം ഒരു ഡെമോക്രാറ്റിക്, സെക്യുലർ, സോവറിൻ, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആയിരിക്കും. പറഞ്ഞതെല്ലാം അട്ടിമറിച്ചിരിക്കുക കോൺഗ്രസും BJP. പിന്നീട് ചെയ്തതിന്റെ ഗന്ധം ശ്വസിച്ച് അതിന്റെ മുന്നിലിരുന്ന് ഒട്ടിയ പാത്രത്തിൽ ആഹാരം വാങ്ങി വാരി കഴിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യരുണ്ടാകുമായിരുന്നോ? അവരുടെ സ്ഥിതി മെച്ചപ്പെടുന്നതായിരുന്നില്ലേ? ഞാൻ അവിടുത്തെ എല്ലാ കഥയും പറയല്ല. മധ്യപ്രദേശിൽ അവിടെ കടലാസിന്റെ അകത്ത് സ്കൂൾ കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഭാഷ. നമ്മുടെ കേരളം വ്യത്യസ്തമാണെന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും. പഴയ കടലാസ് അട്ടി വെച്ചാൽ അതിൻ്റെ അകത്ത് പൊടി നിറഞ്ഞിട്ട് നമ്മളെല്ലാം വീട്ടിൽ മൂല കട്ടി വെക്കലില്ലേ? കുറെ കഴിഞ്ഞിട്ട് എടുത്തു നോക്കുമ്പോൾ ആ കടലാസിൽ എന്തൊക്കെ ഉണ്ടാകും? പൊടിയും ബാക്ടീരിയയും ഒക്കെ അതിനകത്ത് ഉണ്ടാവില്ലേ? ആ കടലാസ് കെട്ടെടുത്തു കൊണ്ടുവന്നിട്ട് അതിങ്ങനെ നിരത്തി തറയിൽ വിരിച്ചിട്ട് അതിനകത്ത് സ്കൂൾ കുട്ടികൾക്ക് ആഹാരം വിളമ്പി കൊടുത്തിരിക്കുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനത്ത്. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? സ്വതന്ത്ര ഇന്ത്യയിൽ. എന്നിട്ട് അതാരോ ചൂണ്ടിക്കാണിച്ചപ്പോ മാധ്യമങ്ങളിലൊക്കെ വന്നപ്പോ BJPയുടെ ഒരു MLA ആജാനബാഹു ആളോടി വന്ന് എവിടുന്നോ കുറെ സ്റ്റീൽ പ്ലേറ്റും കൊണ്ടുവന്ന് അതെല്ലാം നിരത്തി വെച്ച് ആഹാരം വിളമ്പി ആളും അവിടെ ഇരുന്നു. കേട്ടോ, സ്റ്റീൽ പ്ലേറ്റ് വാടകയ്ക്ക് എടുത്തതാണെന്ന് തോന്നുന്നു, സ്കൂളിലുള്ളതല്ല. ആള് ഈ കുഞ്ഞു മക്കൾ അതിനകത്ത് ആഹാരം കഴിച്ച ഉടനെ സ്റ്റീൽ പ്ലേറ്റും എടുത്ത് പോയിട്ടുണ്ടാവണം. ഇതാണ് BJPയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനത്ത് ഡെമോക്രസി. നമുക്ക് പറയാൻ പറ്റുമോ? ആ ഡെമോക്രസി ഉണ്ടാവണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത്. സെക്കുലറിസം അത് പിന്നെ പറയാം, അതില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. സോവറൈൻ ആയിരിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിന് പരമാധികാരം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനം എടുക്കാൻ ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച MP-മാർക്ക് അവിടെ ഇടപെട്ട് ആ ഗവൺമെന്റിനും സാധിക്കണം. പക്ഷെ ഇവിടെ പാർലമെന്റിനെ നോക്കുകുത്തിയാക്കി വെളിയിൽ തീരുമാനം എടുക്കുന്നു നരേന്ദ്രമോദി. വെളിയിലായിരുന്നു കോൺഗ്രസ് തീരുമാനമെടുത്തിരുന്നത്. പാർലമെന്റിനകത്ത് ചർച്ച ചെയ്യാനുള്ള ധൈര്യമില്ലാതെ എന്തെല്ലാം നിയമങ്ങളാണ് പാസാക്കിയത്. പാർലമെന്റിൽ ബഹളം നടക്കുന്നതിനിടയിൽ കർഷകരെ അപകടത്തിലാക്കുന്ന നിയമങ്ങൾ പാസാക്കി. അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയി വിൽക്കുന്ന മണ്ടികൾ പോലും എടുത്തു കളയാൻ മാത്രം പ്രേരിപ്പിക്കുന്ന ചില നിയമങ്ങൾ ഉള്ളടക്കത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. IPCയും CRPCയും ഭേദഗതി ചെയ്തു. ഭാരത് ന്യായ സംഹിത എന്നെല്ലാം പേരിട്ട് അതിനെ മാറ്റി. ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത് ഒരു സെക്കുലർ പദമാണ്. അതിനെ വേറെ ഇതൊന്നുമില്ല. ബ്രിട്ടീഷുകാരുടെ നിയമം മാറ്റാം, പക്ഷെ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? CRPCക്ക് എന്താ? ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്താ അതിന് കുഴപ്പം?
അതാണ് ഭാരതീയ ന്യായ സംഹിത എന്നെല്ലാം പേര് മാറ്റിയിട്ട് കൊണ്ടുവന്നത്. പക്ഷേ അതിനകത്ത് ജനവിരുദ്ധമായ ഒട്ടേറെ വകുപ്പുകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഞാൻ ഈ അവസരത്തിൽ ഇത് പറയുന്നില്ല. ഇതെല്ലാം പാർലമെന്റിൽ ചർച്ച നടത്താതെ പാസ്സാക്കിയിരിക്കുക. എവിടെ സോവറിറ്റി? അമേരിക്കയിലെ ട്രംപ് പറയുമ്പോൾ മുട്ടുകാല് കഴിയാണ് ഇന്ത്യയുടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി. റഷ്യയോട് എണ്ണ വാങ്ങണ്ടെന്ന് പറഞ്ഞപ്പോ അയ്യോ ഞങ്ങൾ വാങ്ങില്ലേ നമ്പറാനെ. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലും എണ്ണയും സംസ്കരിച്ച എണ്ണയും വാങ്ങിയാൽ എന്താ ഇന്ത്യക്കുള്ള ഗുണം? വില കുറച്ച് കിട്ടും. എന്നാൽ ലോകത്തിൽ യുദ്ധങ്ങൾ ഉണ്ടാക്കി ലോകരാഷ്ട്രങ്ങളുടെ പരമാധികാരം കവർന്ന് അഫ്ഗാനെയും ഇറാനിനെയും ഇറാഖിനെയും എല്ലാം തരിപ്പണമാക്കി അവിടെയെല്ലാം തങ്ങളുടെ പാവ ഗവൺമെന്റിനെ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ട് ആ രാജ്യത്തിന്റെ എണ്ണപ്പാടം ഊറ്റിയെടുത്ത് അമേരിക്കയിലെ കോർപ്പറേറ്റുകൾ ഇറാഖിൽ സദ്ദാം ഹുസൈനെ ഇല്ലാതാക്കുന്ന സമയത്ത് അവിടുത്തെ എണ്ണപ്പാടം നടത്താൻ വേണ്ടി വന്നത് അമേരിക്കയുടെ സെക്രട്ടറി ആയിരുന്നു. ചില സെക്രട്ടറിമാർ അവരുടെ പേരിലായിരുന്നു. ആ എണ്ണ അമേരിക്കയിൽ കടത്തിയിട്ട് വലിയ വിലക്ക് മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുകയാണ്. എന്നിട്ട് അവിടെ പൈസ ഉണ്ടാക്കുന്നത്. അമേരിക്ക സമ്പന്ന രാജ്യം എന്നെല്ലാം പറയുമ്പോൾ നാട്ടിൽ വലിയ തോതിലുള്ള വികസനം നടത്തിയിട്ട് അവരുടെ നാടിന്റെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് വർദ്ധിപ്പിച്ച് ഉണ്ടാക്കിയിട്ടുള്ള സമ്പാദ്യമൊന്നും അല്ലത്. ഈ ലോകത്തിലെ സാധാരണക്കാരെ കൊള്ളയടിച്ചിട്ടുണ്ടാക്കിയ ആ സമ്പത്ത് ഉപയോഗിച്ച് വീണ്ടും വീണ്ടും ലോകരാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിനു മേൽ അവർ കടന്നു ചേരുന്നു, അവരെ കീഴ്പ്പെടുത്തുന്നു, അവർ ദ്രോഹിക്കുന്നു. ഇസ്രയേൽ വഴി പലസ്തീൻ ജനതയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി. പലസ്തീൻ അറബികളുടേതാണ്. ആ പ്രദേശത്ത് ജൂതന്മാരുടെ കടന്നുവരവുണ്ടായപ്പോ അവരെ സൗകര്യത്തോടുകൂടി അവിടെ താമസിപ്പിക്കാൻ വേണ്ടി സമ്മതിച്ച ജനതയായിരുന്നു അവിടെ. പലസ്തീനിലെ ഭീകരവാദികൾ ആരെങ്കിലും പലസ്തീനിൽ ഉണ്ടെങ്കിൽ ആ പലസ്തീൻ ഭീകരവാദികളൊന്നും അല്ല പലസ്തീൻ. ചിലപ്പോ ഈ അതിക്രമം എല്ലാം സഹിച്ചുകൂടാതെ പ്രത്യാക്രമണം ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ എന്താ ഇസ്രയേല് പലസ്തീനിൽ കാണിച്ചത്? ഞാൻ ആ വശത്തേക്ക് ഒരുപാട് പോകുന്നില്ല. അപ്പോൾ രാജ്യത്തിന്റെ പരമാധികാരം അംഗീകരിക്കാതെ ആ രാജ്യത്തിന് മേൽ വലിയ തോതിൽ അധീശത്വം പുലർത്തുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തെ എതിർക്കാനുള്ള നട്ടല് അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഓടുന്ന ഓട്ടോറിക്ഷക്കാരനെ പോലും പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നല്ലേ ആ തീരുമാനം? എവിടെ സോവറിറ്റി ഈ രാജ്യത്തിന്റെ? അത് തന്നെയാണ് നമ്മുടെ സോഷ്യലിസത്തിന്റെ കാര്യത്തിലും. സോഷ്യലിസം നടപ്പാകണമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നന്നായിട്ട് വിഹിതം കൊടുക്കണം. സമയം പോകുന്നതുകൊണ്ട് ആ വിഹിതത്തിന്റെ എല്ലാ കണക്കും ഞാനിവിടെ പറയുന്നില്ല. എത്രയാ തരുന്ന ടാക്സ് ഷെയർ? 100 രൂപ അങ്ങോട്ട് പിരിച്ചാൽ 30 രൂപയിൽ താഴെ ഇപ്പൊ 25 ആയിട്ടുണ്ട്. 50% തരണമെന്നാണ് നമ്മുടെ ധനകാര്യമന്ത്രി ചോദിക്കുന്നത്, കെ എൻ ബാലഗോപാൽ. എന്നാലേ പെൻഷനൊക്കെ ഒന്ന് കൃത്യമായി കൊടുക്കാൻ പറ്റൂ. പക്ഷേ 70% തന്നെ ഇങ്ങോട്ട് തന്നാലെത്താ? ഓരോ സംസ്ഥാനത്തും ടാക്സ് വഴി ലഭിക്കുന്ന 30% തുക സ്വരൂപിച്ചാൽ രാജ്യരക്ഷ പോലുള്ള കാര്യങ്ങൾ ഭംഗിയായി നടത്താൻ ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റിന് സാധിക്കില്ല. അത് മാത്രമല്ല വരുമാനം. എന്താ തീരുമാനം? വൻകിടക്കാരുടെ നികുതി വിഹിതം പിടിച്ചെടുക്കണം, അവരുടെ എടുക്കുന്ന ലാഭവിഹിതം പിടിച്ചെടുക്കണം. ചെയ്യുന്നുണ്ടോ? വൻകിടക്കാരുടെ നികുതി കുടിശ്ശിക എഴുതിത്തള്ളിയും അവർക്ക് സർവ്വവിധ സൗജന്യങ്ങളും അനുവദിച്ച് സാധാരണക്കാരൻ അനുഭവിക്കേണ്ടുന്ന കാശ് പിടിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് 50 തരില്ല 30% തരുമെന്ന് ലജ്ജയില്ലാതെ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികളായിട്ടുള്ള BJP-ക്കാർ ഈ കോർപ്പറേഷൻ മത്സരിക്കുമ്പോ ഈ നാട്ടിലെ ജനത വോട്ട് കൊടുക്കണോ? രാഷ്ട്രീയം മനസ്സിലാക്കണ്ടേ ആളുകൾ? 4-5 മാസം കുടിശ്ശികയായി പോയി. 65 തുടങ്ങിയ പെൻഷൻ അന്ന് നായനാർ പറഞ്ഞു, വെള്ളം കണ്ണു കുടിച്ച് മൂത്രമൊഴിച്ചാലും പ്രശ്നമില്ല, നടുവൊടിയുന്ന സമയത്ത് കുറച്ച് കുഴമ്പ് മേടിച്ച് കൊടുക്കാത്തേക്കാൻ ഒരു പൈസ കൊടുക്കുകയാണ്. അത് ഇടതുപക്ഷം വന്നപ്പോ വർദ്ധിപ്പിച്ച് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് അത് 1600 ആക്കിയിട്ട് മാറ്റി. ആ 1600 രൂപ 4 മാസം കുടിശ്ശികയായപ്പോ ഈ ടാക്സ് ഷെയർ കിട്ടാതെ നമ്മൾ ബുദ്ധിമുട്ടിച്ച ഘട്ടത്തിൽ എന്തൊക്കെ പ്രചരണമാണ് നടത്തിയത്? കോൺഗ്രസും ലീഗും ചേർന്നിട്ട് UDF-കാർ BJP-ക്കാർ എല്ലാ വീട്ടിലും പോയില്ലേ? പിണറായി പറഞ്ഞു, എത്ര ബുദ്ധിമുട്ടിപ്പോയാലും ആ പെൻഷൻ നമ്മൾ കൊടുക്കും. നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചിട്ടും ആ പെൻഷൻ ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. കുടിശ്ശിക തീർത്തു, ജനങ്ങളിൽ എത്തിച്ചു. നല്ല പ്രയാസമുണ്ട് ഒരു സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം.
ഇവിടെ ഒരു മുതലാളിത്ത രാജ്യത്തിന്റെ സംസ്ഥാനമായി പൂർണ്ണമായി സോഷ്യലിസം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സോഷ്യലിസ്റ്റ് ആശയഗതികളുള്ള ജനോപകാരപ്രദമായ നടപടികൾ ഓരോ ഘട്ടത്തിലും നടപ്പിലാക്കിയത് കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ കുനിഞ്ഞു നിന്നവർ നിവർന്നു നിന്ന് തലയുയർത്തി നടക്കാൻ തുടങ്ങിയത്. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അവനവൻ ഇഷ്ടപ്പെടുന്ന ദൈവത്തെ അവരുടെ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കാനുള്ള തന്റേടമുണ്ടായത്. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കടയിൽ പോയി ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിലത് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ച് അകത്ത് കിടന്ന് വാതിലടച്ച് ബോൾട്ടിട്ടിട്ട് കിടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കിയത് അത് കേരളത്തിന്റെ സോഷ്യലിസ്റ്റ് മനോഭാവത്തിന്റെ ഭാഗമായിട്ടാണ്. ആ സോഷ്യലിസ്റ്റ് മനോഭാവത്തെ തുടരാൻ അനുവദിച്ചാലേ നാം നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങൾ, സൂചകങ്ങളിലുള്ള ഒന്നാം സ്ഥാനം, ഇനി നമ്മൾ നേടാനിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഭംഗിയായിട്ട് നടക്കും. എന്നാൽ എങ്ങനെയെങ്കിലും ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ ഒന്ന് അട്ടിമറിച്ചിട്ടേ ഞങ്ങൾ പിന്നോട്ട് പോകുമെന്ന. എന്തിനിടും അട്ടിമറിക്കുന്നത്? ബീഹാറിലും മധ്യപ്രദേശിലും കണ്ട കാഴ്ച ഇവിടെ ആവർത്തിക്കാനാണോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ ക്ഷേമ പെൻഷനിൽ ഒരു 100 രൂപ നിങ്ങൾ കൂട്ടിക്കൊടുത്തു? ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചു 100 രൂപ കൂട്ടാമെന്ന്. മുറവിളി കൂട്ടിയപ്പോൾ ജനങ്ങൾ പ്രഖ്യാപിച്ചു, പക്ഷെ കൊടുത്തോ? 2016 ഞങ്ങൾ വരുമ്പോ 18 മാസത്തെ കുടിശ്ശികയാ സകല പെൻഷനും. പിന്നെ എന്തോന്ന് കൊടുത്തു നിങ്ങൾ? 1600 രൂപ പിണറായി സർക്കാരല്ലേ വർദ്ധിപ്പിച്ചിട്ട് ഇപ്പോ 5600 ആക്കി കഴിഞ്ഞ ഗവൺമെന്റ്. ഇപ്പോഴത് 2000 രൂപയാക്കി മാറ്റിയിരിക്കുന്നു. ഒരു വീട്ടിൽ 2000 രൂപ ഒരു കുടുംബത്തിൽ എത്തിച്ചേർന്നാൽ ആ കുടുംബ ബഡ്ജറ്റ് എത്ര ഭംഗിയായിട്ട് ക്രമീകരിക്കാം. 2000-ന് പകരം ചിലയിടത്ത് 2 പേര് പെൻഷൻ വാങ്ങുന്നുണ്ട്. ഞാനൊരിടത്ത് പറഞ്ഞപ്പോൾ ഒരാൾ ഇങ്ങനെ കാണിച്ചു 4. അത് മറ്റൊന്നുമല്ല, ഭിന്നശേഷിയുള്ള കുട്ടികളൊക്കെ ഉള്ളിടത്ത് അവർക്ക് ചെലവുണ്ട്, അവർക്ക് കിട്ടണം. പക്ഷെ അത് കൊടുക്കാൻ തയ്യാറായ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് അനുകൂലമായിട്ടാണോ, ഒരു 5 പൈസ പെൻഷൻ വർദ്ധിപ്പിക്കാത്ത UDF-ന് അനുകൂലമായിട്ടാണോ ഈ നാട്ടിലെ ജനങ്ങൾ വിധി പറയേണ്ടത്? ഞങ്ങൾ ജനങ്ങളോട് എന്താ തെറ്റ് ചെയ്തത്? ആശാവർക്കർമാർ സമരം ചെയ്തു 21,000 ആക്കണം എന്ന് പറഞ്ഞിട്ട്. 2014 ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് ആശാവർക്കർമാർ എൻ്റെ അടുത്ത് വന്നു. അവർ പറഞ്ഞു 500 രൂപയാണ് ഞങ്ങളുടെ ഓണറേറിയം. കേട്ടോ, അത് വർദ്ധിപ്പിച്ചു തരണം. ഒരുപാട് ജോലി ആശാവർക്കർമാർ ചെയ്യുന്നുണ്ട്, അവർ സുദീർഘമായ സേവനം ചെയ്യുന്നവരാ. ഞങ്ങൾ ചർച്ച ചെയ്തു. മുഖ്യമന്ത്രിയും അന്നത്തെ ധനകാര്യമന്ത്രിയും പറഞ്ഞു ഓണറേറിയം 7000-ആയി വർദ്ധിപ്പിക്കാം. 500-ൽ നിന്നേ. ഞാൻ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ചേർത്ത് ഇൻസെന്റീവിൽ കേന്ദ്രത്തിന്റെ പിടിവീഴാതെ, കാരണം കേന്ദ്രം നിശ്ചയിച്ച അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആണ് ഇവര്, സേവനാണ് പറഞ്ഞിട്ടുള്ളത്. ശമ്പളം കൊടുത്തുകൊണ്ടുള്ള ജോലിയായിട്ട് കേന്ദ്രം നിശ്ചയിച്ചു തന്നിട്ടില്ല. നിശ്ചയിച്ചാൽ അതിനനുസരിച്ച് ഇവർക്ക് ശമ്പളം കൊടുക്കാൻ നമ്മുടെ ടാക്സ് ഷെയർ വർദ്ധിപ്പിച്ചു തരണം. മറ്റൊരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നുകൊണ്ടേയിരിക്കുന്ന തുക കൊണ്ട് ഇനി പുതിയത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന് സാധിക്കില്ലല്ലോ. പക്ഷെ നമ്മൾ ആ ഇൻസെന്റീവിൽ കേന്ദ്രത്തിന്റെ പിടിവീഴാതെ നമുക്ക് എന്ത് മാറ്റം ഉണ്ടാക്കാം? എല്ലാം കൂടി ചർച്ച ചെയ്ത് 3000 രൂപ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു. 7 3 10. കേന്ദ്രം പ്രഖ്യാപിച്ച 2000 കിട്ടിയാൽ 12000 കൃത്യമായിട്ട് കിട്ടിയാൽ സ്പെഷ്യൽ ഇൻസെന്റീവ് പലതിനും ആശങ്ക കൊടുക്കാൻ തീരുമാനിച്ചപ്പോ 15000 വരെ വാങ്ങിയിട്ടുണ്ട് ആശമാർ. അങ്ങനെ 500-ൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ആശമാർക്ക് ഇനി ഒരു ആനുകൂല്യം കൊടുക്കണ്ടെന്നല്ല തീരുമാനിച്ചത്. പക്ഷെ സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധി ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തല്ലോ. ഇനി കേന്ദ്ര ഗവൺമെന്റ് അതിന് ആനുപാതികമായിട്ട് വർദ്ധിപ്പിച്ചാൽ നമുക്ക് 20-ലെത്തിക്കാം. എന്താ തർക്കം? ആരോടാ സമരം ചെയ്യേണ്ടത്? കേന്ദ്ര ഗവൺമെന്റിനോടല്ലേ? ഇപ്പൊ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളിൽ 1000 രൂപ ആവശ്യം വർദ്ധിപ്പിച്ചു ഗവൺമെന്റ്. അതാണ് കേരളത്തിലെ LDF ഗവൺമെന്റ്. ഞാൻ ഒരുപാട് നടത്തിയ എല്ലാ പ്രഖ്യാപനവും മുഖ്യമന്ത്രി എല്ലാവരെയും സ്പർശിച്ചുകൊണ്ടാണ്. അംഗൻവാടി, ആശ എല്ലാം തൊഴിലന്വേഷിക്കുന്ന യുവാക്കൾക്ക് തൊഴിലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ, അതിനാവശ്യമായിട്ടുള്ള ട്യൂഷനും മറ്റും ഒരുങ്ങുന്ന സമയത്ത് ഒരു വർഷക്കാലത്തേക്ക് 1000 രൂപ വെച്ച് പ്രതിമാസം ഏത് ഗവൺമെന്റ് പ്രഖ്യാപിക്കും? അതാണ് വീടില്ലാത്ത സകല ആൾക്കും വീട്. സകല പാതകളും അയ്യങ്കുന്ന് 6 പഞ്ചായത്തിൽ പോയാൽ ആളുകൾ പറയും ഈ നഗരത്തിനേക്കാളും നല്ല റോഡ് അവിടെ, മലയോര ഹൈവേ, പാവപ്പെട്ട മലയോരത്തെ കൃഷിക്കാർക്ക് അവന്റെ കാർഷികോൽപ്പന്നങ്ങൾ വളരെ സുഗമമായി പട്ടണത്തിലെത്തിക്കാനുള്ള മാർഗം അല്ലേ? ഇത് ഏത് ഗവൺമെന്റാ ചെയ്യുക? താഴേ തലത്തിലുള്ളവരുടെ പ്രശ്നങ്ങളും കണ്ടു, ഇടത്തരക്കാരുടെ പ്രശ്നങ്ങളും കണ്ടു, സമ്പന്നർക്ക് ആ സമ്പന്നതയിൽ നിന്ന് താഴെ പോകാതിരിക്കാനുള്ള മാർഗങ്ങളും കണ്ടു.
ഈ നാടിന്റെ വമ്പിച്ച വികസനവും കണ്ടു. ആധുനികം, കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, വ്യവസായ ഇടനാഴി, വിഴിഞ്ഞം പോർട്ട്, കണ്ണൂർ എയർപോർട്ട് യാഥാർത്ഥ്യമാക്കി. എന്തെല്ലാം ചെയ്തു? ഇത് ഇടതുപക്ഷ ഗവൺമെന്റിനല്ലാതെ UDF-ന് സങ്കല്പിക്കാൻ കഴിയുമോ? ഞാൻ ചുരുക്കുകയാണ്. ജനങ്ങളോട് നന്നായിട്ട് ആലോചിച്ചിട്ട് വോട്ട് ചെയ്യാൻ നമ്മൾ പറയണം. പിന്നെ സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ. ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്രയും സുശക്തമായൊരു മുന്നണി. ഈ മുന്നണിയിലെ പാർട്ടികൾക്ക് എല്ലാവർക്കും ഒരേ മനസ്സാണ് മതേതരത്വത്തിന്റെ കാര്യത്തിൽ. കോൺഗ്രസിന് പറയാൻ പറ്റുമോ ചാഞ്ചാട്ടം ഇല്ല അവർക്ക് എന്ന്? ഉത്തരേന്ത്യയിലെത്തിയാൽ അവരുടെ മുഖം മാറ്റാൻ. ഇവിടെ നമ്മളെല്ലാം കൂടി കെട്ടിപ്പടുത്തു കൊണ്ടുവന്ന മതേതരത്വത്തിന്റെ ഈ ഭൂമികയിൽ അവർക്ക് നിന്ന് പ്രസംഗിക്കാം. എന്നാൽ നിങ്ങൾ ദീർഘകാലം ഭരിച്ച മധ്യപ്രദേശിൽ ദളിതനോടുള്ള വിവേചനം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ദളിതൻ സംസ്കൃതം പഠിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം. നമ്മളെല്ലാവരും കൂടി അതിനെതിരായിട്ട് ഗവൺമെന്റ് ഇടപെടുകയാണ്. അതിൽ അന്വേഷണം നടത്തുകയാണ്. ആരാ അവരങ്ങനെ പറയാൻ? സംസ്കൃതം ഒരു കാലത്ത് സവർണർക്ക് മാത്രമുള്ള ഭാഷയായി വെച്ച് അതിന് കണ്ട സ്മൃതിയും കുസൃതിയും എഴുതി വെച്ച് താഴെത്തട്ടിലുള്ള മനുഷ്യനോട് പറഞ്ഞു, ദൈവം നിങ്ങളെ ഈ കഷ്ടപ്പെടാൻ വിധിച്ചതാണ്, ദൈവത്തിന്റെ ശിരസിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവർക്ക് വിദ്യക്ക് അവകാശമുള്ളൂ എന്ന് പറഞ്ഞ് പറ്റിച്ചല്ലോ. അതിനെ തകർത്തവരാണ് കേരളം. ഇന്ന് ഏത് ജാതിയിൽപ്പെട്ടവർക്കും സംസ്കൃതമോ ഇംഗ്ലീഷോ മലയാളമോ എന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ പഠിക്കാൻ അവസരമുള്ള സംസ്ഥാനം കേരളം. ഹിന്ദു അറബി പഠിച്ചു പാസ്സാവുന്നു, മുസ്ലിം സംസ്കൃതം പഠിച്ചു പാസ്സാവുന്നു. എന്തൊരു മനോഹരമായുള്ള സങ്കല്പമാണ്. അതിനെതിരെ വിരൽ ചൂണ്ടിയാൽ, അതിനെ സനാതന ധർമ്മവും പറഞ്ഞ് അഴിഞ്ഞ മനുസ്മൃതിയും പറഞ്ഞ് അതിനെതിരായിട്ട് നിങ്ങൾ വന്നാൽ ഈ കേരളത്തിലുള്ള ആളുകൾ സമ്മതിക്കുമോ? അപ്പോ ഈ കേരളം വളർത്തിക്കൊണ്ടുവന്ന അന്തസ്സുറ്റ മതേതര സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് കൂറ്റൻ പള്ളികളും കൂറ്റൻ മോസ്കുകളും കൂറ്റൻ അമ്പലങ്ങളും ഒക്കെ ഒരു പോറലുമേൽക്കാതെ ഈ സമൂഹത്തിൽ തലയുയർത്തി നിന്ന് അവിടെയെല്ലാം നാനാജാതി മതസ്ഥർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. ഇവിടം വിട്ടു പോയാൽ ഇതുപോലെ ഒരെണ്ണം നിർമ്മിക്കാൻ സാധിക്കുമോ? എന്തുകൊണ്ടാണ് ഇവിടെ സാധിക്കുന്നത്? ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കരുത്ത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സുശക്തമായ നിലനിൽപ്പ്, ആ നിലനിൽപ്പ് തുടരണം എന്ന് ആഗ്രഹിക്കണം ഈ നാട്ടിലെ ജനങ്ങളെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കാരണം നമുക്ക് വേണ്ടത് സമാധാനമാണ്, മനുഷ്യത്വപൂർണമായ ജീവിതമാണ്. അതിനിയും പിണറായി പ്രഖ്യാപിച്ചതുപോലെ വലിയ മാറ്റം കേരളത്തിലുണ്ടായി. ബ്രെയിൻ എല്ലാം മാറ്റി, എന്നുവെച്ചാൽ ഇവിടുന്ന് നല്ല ബുദ്ധി ചോർന്നു പോകുന്നത് ഒഴിവാക്കി ഇവിടുത്തെ പഠിപ്പുള്ള കുട്ടികളെ ഇവിടെ കേന്ദ്രീകരിപ്പിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെല്ലാം അതിനനുസരിച്ചുള്ള മാറ്റമുണ്ടാക്കി ഈ കേരളം നേടിയതെല്ലാം നിലനിർത്തും. ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം, ഏറ്റവും കൂടിയ ആയുസ്സുള്ള സംസ്ഥാനം, സഹോദര സ്നേഹത്തോടെ നാനാജാതി മതസ്ഥർ സുഖമായി താമസിക്കുന്ന സംസ്ഥാനം. ആ അവസ്ഥ നഷ്ടപ്പെട്ടുകൂടാ. അത് നഷ്ടപ്പെടാതിരിക്കാനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഓരോയിടത്തും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. കണ്ണൂർ കോർപ്പറേഷനെ നിങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തിരഞ്ഞെടുക്കണം. മാറ്റം കാണാം. തൊട്ടടുത്ത പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഒക്കെ ഒന്ന് പോയാൽ മതി. മട്ടന്നൂർ നഗരസഭയ്ക്ക് ഏറ്റവും നല്ല രാജ്യത്തെ നഗരസഭകളിലൊന്നായി കുറച്ച് 5-6 എണ്ണത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുപോലെയാണ് ഇപ്പോൾ ഭരിക്കുന്ന എല്ലാ നഗരസഭകളും. ആ കൂട്ടത്തിലൊരു കോർപ്പറേഷനായി കണ്ണൂരിനെ മാറ്റിയെടുക്കാൻ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ടുണ്ട്. അടുത്ത ദിവസം പ്രഖ്യാപിക്കും. ഒരുമിച്ച് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇന്ന് തന്നെ പ്രഖ്യാപിക്കാമായിരുന്നു. എല്ലാവരും ചേർന്ന് ഒരുമിച്ചത് പ്രഖ്യാപിക്കും. എല്ലാ വാർഡിലും ആ സ്ഥാനാർത്ഥികളെ നിങ്ങൾ നാട്ടുകാർ വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് LDF-ന് വേണ്ടി സവനീയം അഭ്യർത്ഥിക്കുന്നു. അത് കഴിഞ്ഞാൽ ഇവിടെ MLA രാമേന്ദ്രേട്ടനുണ്ട്. അദ്ദേഹത്തിന് നല്ല പിന്തുണ കിട്ടുമായിരുന്നു. വേണ്ടല്ലോ അവർക്ക്. ആ പിന്തുണയോടുകൂടി ഈ കെട്ടിടമെങ്കിലും പൂർത്തിയാക്കാമായിരുന്നല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള നേതാക്കളൊക്കെ ഉള്ള സ്ഥലമാണ് കണ്ണൂർ. അതുകൊണ്ട് ഈ കോർപ്പറേഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ വന്നാൽ ബഹുജനങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മാറ്റം ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ആ ഉറപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകാനുള്ളത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തോടുകൂടി
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.